ഷിയാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പാർട്ടി എന്നാണ് അർത്ഥം. അഥവാ അലി ഫാൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാധാരണ ഫാൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അതുണ്ട്. എന്നതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടങ്ങളിൽ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി താല്പര്യമുണ്ടായിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു ദിവസം മഹാനായ പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, വമൻ അഹബ്ബ അലിയൻ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും അലിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, അലിയെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ് അതിനർത്ഥമുള്ളത്. ഞാൻ പറയുന്നത് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ ജീവിതവും മഹത്വവും എന്നുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത്. ആ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പിതാവാണ് അലി റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആ ഒരു കുടുംബ പാരമ്പര്യവും പശ്ചാത്തലവും ഷിയാക്കളുമായി ഒരു വലിയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ തെറ്റുകാരാകുന്നില്ല. നേരെ മറിച്ച് അവർ തെറ്റുകാരാകുന്നത് അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിദ്യാത്തിന്റെ ആളുകളായി മാറുന്നത് പല വിഭാഗം അതിലുണ്ട്. ഇമാമികളുണ്ട്, അതുപോലെ തന്നെ ജാഫരിയാക്കളുണ്ട്, സെയ്ദികളുണ്ട്, ഷീറാജികളുണ്ട്. അവരൊക്കെ പലരും പല രീതിയിലും വ്യത്യസ്തങ്ങളായ പല ഗ്രൂപ്പുകളും ഇന്ന് സുന്നികളില്ലതുപോലെ തന്നെ സാക്ഷാൽ ഈ ഷിയ വിഭാഗത്തിലുമുണ്ട്. എന്നാൽ അതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളുണ്ട്. അവരാരാണ്? അവരെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വിട്ടപ്പഴി അലിക്കായിരുന്നു വരേണ്ടത്. പക്ഷേ ജിബ്രീലിന് പഴിച്ചുപോയി. ജിബ്രീൽ നേരെ പോയത് മുഹമ്മദിന്റെ അടുത്തേക്കാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ മുസ്ലിങ്ങളല്ലല്ലോ, പ്രവാചകൻ അംഗീകരിക്കാത്ത ആളുകളാണ്. കുറേ വിഭാഗം അതിലുണ്ട്. 80 പേർക്ക് എടുക്കാവുന്ന ഖൈബറിലൊരു ഡോറാണ് ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുക്കുന്ന ഏറ്റവും വലിയ സാഹസികമായ ഒരു പ്രവൃത്തി മഹാനായ അലി റളിയല്ലാഹു ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ തന്നെ പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകമായി അവർ താല്പര്യപ്പെടുന്ന വിഭാഗം അത് ഈ രീതിയിലും അന്നേ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാകുന്ന ഹസൻ ഹുസൈന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നുള്ള രീതിയിലും ഇതെന്റെ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞ് പുതപ്പിനകത്ത് കൂട്ടിയ കൂട്ടത്തിലും അലി റളിയല്ലാഹു അൻഹു ഉള്ളത് കൊണ്ട് ഷിയാ വിഭാഗം ആ വിഭാഗത്തെ പ്രത്യേകമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകമായി സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയുന്നത് പോലെ അമിതമാക്കി അവരോടുള്ള സ്നേഹം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ആചരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അവർ മുബത്തദികൾ അങ്ങനെയാണ്. പിന്നെയോ സബ്ബ് ഷൈഖൈനി എന്ന് പേര് പറയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ആയിഷ ബീവിയെ ഇവരൊക്കെ മോശമായി കാണുന്നത് കൊണ്ട് ചീത്ത പറയുന്നത് കൊണ്ട് സബ്ബ് ഷൈഖൈൻ എന്ന് പറയുന്ന വിഭാഗവും ഈ ഷിയ വിഭാഗത്തിലുണ്ട്. ഇതൊക്കെ ഈ വിഭാഗത്തിലുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ ഇന്ന് മുഹറം 10 ദിവസം നമ്മൾ ഒരു വലിയ നോമ്പ് നോറ്റ് പ്രത്യേകമായി നമ്മൾ അന്ന് ആചരിക്കുമ്പോൾ പ്രവാചകന്റെ ചര്യ മുറുകെ പിടിക്കുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മൗലിദ് ഓതാറുണ്ട്. ഇത് ഓതുമ്പോൾ ഇപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഷിയയാണ് എന്ന് പറയുന്നിടത്തേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മൗലിദിന്റെ കിതാബുകളുണ്ട്. അതോതുമ്പോൾ അത് ഷിയയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. ആ ഒരു രീതിയിലേക്ക് ഈ ഷിയ വിഭാഗം ചെയ്യുന്ന പണികളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു രീതിയിലുള്ള ആചാരം നടക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട് വേൾഡിൽ വലിയ ചർച്ച നടക്കുകയും ധീരന്മാരായി ആളുകൾ വിലയിരുത്തുകയും വളരെ വളരെ ചെങ്കടലിലാണ് സാക്ഷാൽ ഫിർഔൻ മൂക്ക് കുത്തിയതെങ്കിൽ ഓർമ്മിച്ചിലാണ് ഈ അഭിനവ നമ്രൂദ് മോശികുത്തി വീണത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വേൾഡിൽ ഇന്ന് വളരെയധികം ശക്തരായ ഒരു ആട്ടമായി ആരോടും വെല്ലുവിളിക്കാൻ മാത്രം, ആരെയും നെഞ്ചുറപ്പോടെ നേടാൻ മാത്രം കരുത്തുറ്റൊരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യുകയാണ്. അവിടെ വിശ്വാസത്തെക്കുറിച്ചും മറ്റുമൊക്കെ.
അവര് ഇത് സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ചില ആചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വളരെ പ്രത്യേകമായ രീതിയിൽ അവർ ആചരിക്കുകയും മഹാന്മാരായ സ്വഹാബി വര്യന്മാരെ ഖുലഫാഉർ റാഷിദീങ്ങളെ ചീത്ത പറയുകയും ചെയ്യുന്നു എന്നുള്ള ഈ ഒരു രീതിയുള്ളത് കൊണ്ട് ഈ സ്നേഹം കൊണ്ട് മാത്രമായില്ല, അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികളായി അവരെ തള്ളി മാറ്റിയത്. മഹാനായ നബി കുടുംബം എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഖുർആൻ വകന്ന ഫീ ബുയൂതികുന്ന എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വീടുകളിൽ നീക്കണം, നിങ്ങൾ ജാഹിലിയ്യ കാലത്ത് സൗന്ദര്യപ്രകടനം നടത്തരുത്, നിസ്കാരം നിർത്തണം, നോമ്പ് നോൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഇന്നമാ യുരീദുല്ലാഹു, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളത്തോടുള്ള മാലിന്യങ്ങൾ നീക്കാനാണ്. അഹ്ലൽ ബൈത്ത്, അഹ്ലു ബൈത്തിന്റെ മാലിന്യങ്ങൾ നീക്കാനാണ്. വയുതഹിറകും തത്ഹീറാ, നിങ്ങളെ ശുദ്ധിയാക്കാനുമാണ് എന്ന് അഹ്ലു ബൈത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അഹ്ലു ബൈത്ത് വലിയതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽപ്പെട്ട മഹാനാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതാണ് ഇപ്പോൾ വലിയൊരു വിഷയം നടക്കുന്നത്. ഹുസൈനാർ തങ്ങൾ കർബലയിൽ ഷഹീദായ ആ മഹാനുഭാവൻ ആദരിക്കുന്നത് ഷിയായിസമല്ല. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രനെ സ്നേഹിക്കുന്നതും അവരെ മദ്ഹ് പറയുന്നതും ഷിയായിസമല്ല. ഷിയാക്കൾ ഇത് പറയുന്നുണ്ട് എന്നതുകൊണ്ട് അത് തെറ്റായി പോകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, ആരെങ്കിലും ഹസൻ ഹുസൈനാരെ സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, എന്നെ അവർ സ്നേഹിച്ചു എന്ന്. വമൻ അബ്ഗളഹുമാ, ആർക്കെങ്കിലും അവരോട് വിരോധമുണ്ടെങ്കിൽ അവന്റെ വിരോധം ഫഖദ് അബ്ഗളനി, എന്നെ വെറുപ്പിച്ചു എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. മഹാനായ ഹുസൈൻ അവരുടെ ജീവിതകാലം വലിയ പണ്ഡിതന്മാരായിരുന്നു, വറവോടെ ജീവിച്ച ആളായിരുന്നു അവർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഈ സയ്യിദു ശുബാനാണ്, ചെറുപ്പക്കാരുടെ നേതാവാണോ. ആരെക്കുറിച്ചാ പറയുന്നത്? മഹാനായ ഹസൻ ഹുസൈനാരെ കുറിച്ച്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അവരെ സ്നേഹിക്കാനും ആ കുടുംബത്തെ ആദരിക്കുവാനുമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. ആ കുഞ്ഞന്മാരെ കരച്ചിൽ കേൾക്കുമ്പോഴേക്കിന് മഹാനായ പ്രവാചകന് വലിയ വേദനയായി. ഒരു ദിവസം കുഞ്ഞന്മാര് കരയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ വേദനയാണ്. ആ കുഞ്ഞുങ്ങളൊന്ന് കരയുമ്പോഴേക്കിന് ഹസൻ ഹുസൈനാർ അവരൊന്ന് കരയുമ്പോഴേക്കിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമനെ വിളിക്കുന്നു, യാ ഫാത്തിമ അലം തഅലമി അന്ന ബുകാഹു യുദീനി യാ ഫാത്തിമ. ഈ ഹസൻ ഇങ്ങനെ കരയുന്നത് കണ്ടില്ലേ? ഈ ഹസന്റെ കരച്ചിൽ പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഫാത്തിമ നിനക്ക് അറിഞ്ഞൂടെ, മക്കളെ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ മക്കളെ കരച്ചിൽ പോലും കേൾക്കാൻ പ്രയാസം അനുഭവപ്പെട്ട പിതാവായിരുന്നു, വല്യപ്പയായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ദിവസം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പീഠത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലോ അല്ലെങ്കിൽ മറ്റേടെങ്കിലോ, പള്ളിയിലാവാനാ കൂടുതൽ ജുമാ ഖുത്ബയല്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പഴി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടപ്പഴി വഅലൈഹിമ ഖമീസാനി അഹ്മറാനി, ചുവന്ന രണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ വരുന്നത്. യംഷിയാനി വയസുറാനി, അവരിങ്ങനെ നടക്കുകയും കാലുകൾ വീഴുകയും ചെയ്യുകയാണ്. ഫനസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിമ്പർ, മഹാനായ പ്രവാചകൻ മിമ്പറിൽ നിറങ്ങി. ഫഹമലഹുമാ, രണ്ടാളെയും എടുത്ത് ഫദഹുമാ ബൈന യദൈഹി, എന്നിട്ട് മഹാനായ പ്രവാചകന് മുമ്പിലിരുത്തിയിട്ട് പറഞ്ഞു, സദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളെ മുതലും സമ്പാദ്യങ്ങളും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്. കണ്ടില്ലേ, എന്റെ പ്രസംഗം കണ്ടില്ലേ? അത് കുഴപ്പാക്കിയില്ലേ? ഈ രണ്ട് കുഞ്ഞന്മാരെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവർക്ക് പറഞ്ഞു, നദർതു ഇലാ ഹാദൈനി സബിയൈനി യംഷിയാനി വയസ്റൻ ഫലം മസ്ബിർ ഹത്താ ഖതാതു ഹദീസി, ഞാൻ എൻ്റെ വർത്തമാനം പ്രഭാഷണം നിർത്തേണ്ടി വന്നു ഈ കുട്ടികളെ കണ്ടപ്പോഴേ. ഇതാണ് മഹാനായ ഹസൻ ഹുസൈന. അവരോടുള്ള മഹബത്ത് വലിയതാണ്. അവരെ സ്നേഹിക്കുമ്പോഴേക്കിന് ഷിയായിസം അടിച്ചേൽപ്പിക്കരുത്.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോഴുണ്ട് ഹുസൈനെയും ഹസനെയും ചുമലിലേറ്റിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖുൽതു നിഅമാൽ മത്തിയതു മത്തിയതുമാ. ഓ, എത്ര നല്ല വാഹന മക്കളെ നിങ്ങളെ വാഹനം. സാധാരണ ഒട്ടകപ്പുറത്ത് കൈതപ്പുറത്താണ് ആളുകൾ കയറിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമലിലാണ് രണ്ടോ മക്കളും കയറിയിരിക്കുന്നത്. അവിടെ നിന്നാണ് പെണ്ണിനെ നബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓന്റെ മക്കളെ നിങ്ങളെ വാഹനം എന്തോ ഒരു നല്ല വാഹനമാണ്. നബി നിർത്തിയില്ല. ഫഖാല മുഹമ്മദ് റസൂലുള്ളാഹ് വനിഅമർ റാകിബാനിഹുമാ. രണ്ട് വാഹനത്തിൽ കയറി ആ എണ്ണനല്ലേ, അത് ഏറ്റവും നല്ല യാത്രികരാണ്, ഏറ്റവും നല്ല യാത്രികരാണ്. ഹസൻ ഹുസൈൻ അവരോടുള്ള മഹബത്ത് വലിയതാണ്. യാ അഹ്ല ബൈതി റസൂലില്ലാഹി ഹബ്ബുകും ഫർദുൻ മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് ഇത് പാടിയത്. കഫാകും മിൻ നദീമിൽ ഖദ്രി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. ആലി നബിയെ കുറിച്ച് പാടുകയാണ്. യാ അഹ്ല ബൈത്തി റസൂലുള്ളാഹ്, ഏ റസൂലുള്ളാഹിന്റെ കുടുംബമേ, ഹുബ്ബുകുമു നിങ്ങളോടുള്ള സ്നേഹം ഫർദുൻ മിനല്ലാഹ്, അത് അല്ലാഹ് ഫർളാക്കിയതാണ്. കഫാകുമു മിൻ അലീമിൽ ഖദ്രി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. 5 വക്ത് നമസ്കാരം നിർവഹണം നടത്തുമ്പോൾ നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും നബിയു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, ആ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനുള്ള സ്വലാത്തില്ലെങ്കിൽ നമസ്കാരത്തിന്റെ പൂർണ്ണതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാടിയത് മഹാനായ ഇമാം ഷാഫിഈയാണ്. അവരെ സ്നേഹിക്കുന്നത് ഷിയായിസമല്ല. ഇന്നൊരു ട്രെൻഡ് അങ്ങനെ വന്നുപോയി എന്നുള്ളതാണ്. അവരെ കുറിച്ച് നല്ലൊരു പാട്ട് പാടുമ്പോഴേക്കിന് അത് ഷിയായിസമാവരുത്. അവരെ കുറിച്ച് ഒരു മൗലിദ് പാരായണം ചെയ്യുമ്പോഴേക്കിന് അത് ഷിയായിസമാവരുത്. അത് റുക്നാൻ, പ്രവാചകരെയും കുടുംബത്തെയും സ്നേഹിക്കുന്നത് അത് ഫർളാണ്. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടങ്ങളിൽ അന്ന് വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രവാചക കുടുംബത്തിന് പ്രത്യേകമായ പദവി നൽകി അനുഗ്രഹിച്ചിരുന്നു, അവരെ സ്നേഹിച്ചിരുന്നു, അവർക്ക് പ്രത്യേക പദവിയിൽ അവർ ഇരുത്തിയിരുന്നു. മഹാനായ സിദ്ദീഖ് പറയുമായിരുന്നു, ആലി ബൈത്തിൽ, ആ കുടുംബത്തിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ പ്രതീക്ഷിക്കണം, കാണണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം. അതുകൊണ്ടാണ് ഇന്നും സാദാത്യങ്ങളോടുള്ള ആദരവ് മുസ്ലിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ സാദാത്യങ്ങളുള്ള ആദരവ്. മുഹമ്മദൻ ഫി ആലി ബൈത്തി, ആ മുഹമ്മദ് നബിയുടെ കുടുംബ പാരമ്പര്യങ്ങളിൽ വന്ന് ഒരു 10-40 എത്തി നിൽക്കുന്നവരാണ് ഇന്ന് കേരളത്തിലുള്ള സാദാത്യങ്ങൾ. അവരെന്തുകൊണ്ട് ആദരിക്കുന്നത്, അവരെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ പ്രവാചകനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ആദരിക്കണമെന്ന് സിദ്ദീഖ് പറയാം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യഖ്റുൽ ഹസൈൻ വൽ ഹസൈൻ അതായ കമാ യഖ്റുൽ യഹദി ബദീൻ മഹബ്ബത്തൻ വ ഇക്റാമൻ ലിസ്ബതൈനിൽ ജലീലൈൻ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഭരണകാലത്ത് കുട്ടികളോട് വലിയ സ്നേഹം കാണിച്ചിരുന്നു. അഹ്ലു ബൈത്തിനോട് അവർക്ക് പ്രത്യേകമായി പെൻഷൻ നൽകിയിരുന്നു. വിധവാ പെൻഷൻ പറഞ്ഞമാതി, അതുപോലെ ബദരീങ്ങളിൽ പങ്കെടുത്ത പിന്നെ സ്വതന്ത്ര സമര സേനാനികളൊക്കെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇന്ന് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നത് പോലെ നല്ല രീതിയിൽ അവർക്ക് സഹായം നൽകിയിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇക്റാമൻ വ മഹബ്ബത്തൻ ലിസ്ബതൈൽ ജലീലൈൻ, അത് അവരോട് സ്നേഹമാണ്. ഞാൻ പറയുന്നത് ഈ ഷിയാക്കളുടെ ഈ ആദരവും ബഹുമാനം കൊണ്ട് ഹസനുസൈനെ കുറിച്ച് പറയുമ്പോഴേക്കിന് അത് ഷിയായിസമാക്കരുത്. ആദരിക്കേണ്ടവരാണ് അവർ, ബഹുമാനിക്കേണ്ടവർ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവർക്കും വലിയ മഹത്വമാണ് അവരുടെ കാലഘട്ടങ്ങളിലും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടങ്ങളിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വലിയ സ്നേഹത്തോടെ
പിന്നീട് യസീദിന്റെ കാലത്തിന് ശേഷമാണ് കർബല നടക്കുന്നത്, വലിയ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഹുസൈൻ റളിയല്ലാഹു, രണ്ടുപേരും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കപ്പെടാത്ത വ്യക്തിത്വത്തിനുടമകളാണ്. അവർ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്. അതിൽ ഷിയായിസം ഉണ്ടാവില്ല.